ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ ഉള്ള ഒരു 37-40 വരെയുള്ള ഭാഗങ്ങളാണ്. അതായത് മനുഷ്യൻ്റെ അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവം ഏകനാണ്, ദൈവം ഒന്നേ ഉള്ളൂ. ഈ ലോകത്ത് കാണുന്ന ഒരുപാട് ദേവന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം ഭാവനാ സൃഷ്ടികളാണ്. യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത് സർവശക്തനാണ്, അദൃശ്യനാണ്, അരൂപിയാണ്, സർവ നന്മകളുടെയും ഉറവിടമാണ്. ആ ദൈവം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ആ ദൈവമാണ് ഇതെക്കൊണ്ട് അസാധ്യമായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. ഈ പൂർണ്ണതയുള്ള ദൈവത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ ഇന്ന് മനുഷ്യരെ വഴിതെറ്റിയ നേരത്തെ പണ്ട് ദൈവം ലോകത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് മനുഷ്യൻ മാത്രം. മറ്റ് എല്ലാ ഗോളങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് ഓരോ സ്ഥാനത്താക്കിയിട്ട് ദൈവം പറഞ്ഞ അതേ രീതിയിൽ ഇപ്പോഴും കോടാനുകോടി വർഷമായിട്ട് അത് അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 23.5 ഡിഗ്രി ചരിച്ചാണ് ഭൂമിയെ ഇങ്ങനെ ആകാശമണ്ഡലത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അതിന് 1/2 ഡിഗ്രിക്ക് പോലും മാറ്റം വന്നിട്ടില്ല. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവനെല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് നീ എൻ്റെ ഇഷ്ടമനുസരിച്ച് നീ പ്രവർത്തിക്കണമെന്ന് മാത്രമേ ദൈവം വ്യവസ്ഥ വെച്ചിട്ടുള്ളൂ. പക്ഷേ ആദ്യം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയെ അവൻ ലംഘിച്ചു. ഇത് മനുഷ്യൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ്. അതിൻ്റെ കാരണം ഈ ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമായ ഒരു ശക്തി ലോകത്തുണ്ട്. അതാണ് ഈവിൾ സ്പിരിറ്റ്. മറ്റേത് ദൈവം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹം, ക്ഷമ, കരുണ, ദയ, വിശ്വസ്തത, ഇന്ദ്രിയജയം, ഇതുപോലുള്ള സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവത്തിലേക്ക് നമ്മളായിത്തീരണം. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് നേരെ വിരുദ്ധമായ ശക്തിയാണ് ഈവിൾ സ്പിരിറ്റ്, അശുദ്ധാത്മാവ്. അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നേരെ വിരുദ്ധമാണ്. അതായത് കൊലയും അസത്യവും വഞ്ചനയും വരദൂഷവും എല്ലാ ദോഷങ്ങളും അതിനകത്താണുണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ദൈവിക സ്വഭാവത്തിലേക്ക് ആയിത്തീരണമെന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഒരു പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കണം, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് നമുക്കെല്ലാം അറിയാം. യേശു ക്രിസ്തു നേരത്തെ സർവശക്തനായ ദൈവം ലോകത്തിൽ വന്ന് 10 കൽപ്പനകൾ മനുഷ്യന് കൊടുത്തു. ആ 10 കൽപ്പനകൾ മനുഷ്യൻ പ്രായോഗികമാക്കാനായിട്ടായിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ അവൻ പരാജയപ്പെടുക ചെയ്തത്. അതിനുവേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവാചകന്മാരെയും മറ്റും ലോകത്തിലേക്ക് ദൈവം അയച്ചു. ഇതെല്ലാം ചെയ്തിട്ടും മനുഷ്യൻ ആ ശരിയായ മാർഗത്തിലേക്ക് വരുന്നില്ല, യഥാർത്ഥ സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അദൃശ്യനായ ദൈവം, സർവസൃഷ്ടികളുടെ ഉടയവനായ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് സാക്ഷാൽ യേശു ക്രിസ്തു. കാരണം എന്താ? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയാൻ കാരണം എന്താ? യേശു ക്രിസ്തു രാജകൊട്ടാരത്തിലല്ല വന്ന് ജനിച്ചത്. ഭൗതികമായിട്ടുള്ള യാതൊരു സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിനില്ലായിരുന്നു. ഈ പ്രപഞ്ച സൃഷ്ടാവത്തെ 5 വൻകരകളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തലചായിപ്പാൻ സ്ഥലമില്ലായിരുന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുരുകിൽക്കുന്ന വീടുണ്ട്, മീവൽ പക്ഷിക്കുമുണ്ട് കൂടെ, പക്ഷേ മനുഷ്യപുത്രൻ്റെ തലചായിപ്പാൻ പോലും സ്ഥലമില്ല. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് ലോകത്തിലേക്ക് വന്നത്. എത്രയും എളിമപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജനനം ആ രീതിയിലുള്ളതായിരുന്നു. പുൽത്തൊട്ടിയിൽ, വീടുകളിലും കൊട്ടാരങ്ങളിലും ഒന്നുമല്ല, വെറും താഴെ അധപ്പതിച്ച് കിടക്കുന്ന മനുഷ്യരെ പോലും ഉദ്ധരിക്കണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ അറ്റത്ത് താഴെ ഇതിലാണ് വന്നിരിക്കുന്നത്, പശുത്തൊട്ടിയിലാണ് വന്ന് ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്ക്.
സ്വന്തമായിട്ടൊന്നുമില്ല. പിന്നെ എന്നാൽ എല്ലാം അവൻ്റെ പക്കലുണ്ട്. കാര്യം അവൻ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം ഒരു പ്രാവശ്യം ശിഷ്യന്മാർ യഹൂദന്മാർ ചിലർ വന്നേച്ച് പറഞ്ഞു, നീ കൈസർക്ക് കരം കൊടുക്കുന്നില്ലല്ലോ, അത് ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു. അപ്പം ക്രിസ്തു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ, ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കാം. നിങ്ങൾ കരം കൊടുക്കാം. ഉടനെ ശിഷ്യനെ വിളിച്ചു ചോദിച്ചാൽ, നീ പോയി ചൂണ്ടയിടുന്ന അതിനകത്ത് 4 ബ്രഹ്മ കാണും, അത് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് കൊടുത്തേരെ. ദൈവം അന്നത്തെ നിയമങ്ങളെ ഒന്നും ധിക്കരിക്കാനല്ല യേശു ക്രിസ്തു ശ്രമിച്ചത്. എല്ലാം ഒബേ ചെയ്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന കാണിച്ചുകൊണ്ട്, സൗമ്യതയും സ്നേഹവും കരുണയും ദയവും എല്ലാ സ്വഭാവവും ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെയാണ് ക്രിസ്തു ലോകത്ത് ജീവിച്ചത്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അതിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ലോകം സൃഷ്ടിച്ചപ്പോൾ പിന്നെ ഓരോ സ്ഥാനത്തും ഓരോ നക്ഷത്രങ്ങളെയും ഭൂമിയെയും ഒക്കെ ദൈവം അന്തരീക്ഷത്തിൽ സ്ഥാപിച്ചു. അതെല്ലാം അര ഇഞ്ച് പോലും മാറാതെ അതിൻ്റെ ചുമതലപ്പെടുത്തിയ സ്ഥാനത്ത് തന്നെ, ഉത്തരവാദിത്ത സ്ഥാനത്ത് തന്നെ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതേസമയത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് അവനെല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് ഭക്ഷണവും മറ്റെല്ലാ അവന് ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ദൈവം അവിടെ ഏദൻ തോട്ടത്തിലാക്കി. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷേ സാത്താൻ ദൈവത്തിനെതിരായ ഒരു ശക്തിയാണ്. അതുകൊണ്ട് സാത്താന് ഈ സ്ത്രീയിൽ സ്വാധീനിച്ചിട്ട് ആ ദൈവത്തിൻ്റെ കൽപ്പന ആദ്യം തന്നെ ലംഘിച്ചു. അന്ന് മുതലേ മനുഷ്യൻ പാപികളായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമെന്നാണ് പറയുന്നത്. ഈ പാപത്തിൽ നിന്നുള്ള വിടുതലാണ് മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമുള്ളത്. അതിനുവേണ്ടി ദൈവം പല പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചു. പക്ഷേ അവരുടെ എല്ലാം പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒന്നും കേൾക്കാതെ മനുഷ്യൻ സ്വാർത്ഥമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു പറഞ്ഞ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് സൃഷ്ടിച്ച് ലോകത്തിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന് മനുഷ്യനോട് വലിയ സ്നേഹമാവുള്ളത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് ആ മനുഷ്യനെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് ഈ സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഈ ദൈവം തന്നെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. എവിടെ ജനിച്ചു, എങ്ങനെ ജീവിച്ചു, പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവത്തിന് കിടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ധരിക്കാൻ ധാരാളം വസ്ത്രങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ക്രമീകരണങ്ങളില്ല. ദൈവത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ദൈവം ലോകത്തിലേക്ക് വന്നത്. പക്ഷേ ദൈവത്തിന് ഒരേ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ദൈവം തന്നിരിക്കുന്നത്. ആ ആത്മാവിൻ്റെ രക്ഷയാണ് പരമപ്രധാനമായ കാര്യം. അത് ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ താൽക്കാലികം. അത് ഏത് സമയത്തും നഷ്ടപ്പെടാവുന്നതാണ്. ഒരു കവിത തന്നെ പറഞ്ഞിരിക്കുന്നത്, ഒന്നിനുമില്ല നില ഉന്നതമായ കുന്നും എന്നല്ല ആഴിയും ഒരിക്കൽ നശിക്കും ഓർത്താൽ. ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാലത്ത് ഈ ഭൂമിയും മാറ്റപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നിലനിൽക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവിൻ്റെ രക്ഷ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടും. മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല. പക്ഷേ ദൈവം വളരെ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുള്ള വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം. അതായത് മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി,
ദൈവം ഈ യേശു ക്രിസ്തു പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ദൈവം പറഞ്ഞ യേശു ക്രിസ്തു പറഞ്ഞതല്ല അതുപോലെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിരിക്കും, ധാർഷ്ട്യക്കാരും നിഗളികളുമായിരിക്കും. ഇപ്പോഴത്തെ ലോകത്തിപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം നേരത്തെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങളിൽ ഈ താൽക്കാലികമായ ഇതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ കുറച്ച് ഭാഗം വായിച്ചത്. എന്താണെന്ന് നോക്ക്. യേശു ക്രിസ്തു രണ്ടാമത് വരുന്നോടനെ സകല മനുഷ്യരെയും ഒരു ഭാഗത്ത് കൂട്ടും. ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും അവിടെ വരുന്ന ഉടനെ ഇവരെ രണ്ട് ഭാഗമായിട്ട് തിരിക്കും. ചെമ്മരിയാടുകളായി ഒരു വശത്ത് വലത്തെ ഭാഗത്ത്, കോലാടുകളെ ഇടത്തെ ഭാഗത്ത്. അപ്പോൾ ഈ ചെമ്മരിയാടുകളെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലോകത്തിൽ ജീവിച്ച വിശുദ്ധരായിട്ടുള്ള ആളുകളായിരിക്കും. മറ്റവരെ ദൈവഹിതപ്രകാരം അല്ലാതെ ജീവിച്ച ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ഈ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ താഴത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് വിശുദ്ധിയിലും പ്രത്യാശയിലും സ്നേഹത്തിലും ജീവിക്കുന്ന മനുഷ്യരെ വിളിച്ച് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവാണ് പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുക. അപ്പം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും, ഞാൻ പോയാൽ നിങ്ങൾക്ക് അവിടെ വാസസ്ഥലങ്ങളുണ്ടാക്കും, എന്നിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർത്തുകൊള്ളും. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ക്രിസ്തു പോയത്. ആ സാഹചര്യത്തിൽ ഈ ലോകത്തിൻ്റെ അവസാനത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ അവസാനത്തിൽ ലക്ഷങ്ങളെല്ലാം വേണം, ബൈബിൾ അനുസരിച്ചുള്ള എല്ലാ സംഭവവും നടന്നിരിക്കുകയാണ്. പരസ്പരം വിദ്വേഷവും കൊല്ലും, അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അങ്ങനെ അധർമ്മം തന്നെ പെരുകിയിരിക്കുകയാണ്. ഇത് അവസാനത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇത് ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. എന്നിട്ട് ക്രിസ്തു രണ്ടാമത് പറയുകയാണ്, അപ്പം എന്തുകൊണ്ടാണ് ഈ വലത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞത് എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞങ്ങൾ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളാണ് ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്നത്. രോഗികളായിരിക്കുന്നവരെ പോയി കാണുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കഴിക്കാനില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക, തടവിൽ കിടക്കുന്ന മനുഷ്യനെ ഒരു ദേഷ്യത്തിനൊക്കെ ചിലപ്പോൾ ഒരു വലിയ പാപം ചെയ്തതാണ്, അവനെ പിടിച്ച് തടവിലാക്കിയിരിക്കുക. ഒരു ജയിൽ സന്ദർശിച്ച സമയത്ത് അവിടെ കിടക്കുന്ന ഒരു തടവുകാരനെ ഞങ്ങളോട് ചോദിച്ചതാണ്, കരഞ്ഞുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്, ഈ കൊലപാതകിയെ ഈ ദൈവം രക്ഷിക്കുമോ, കൊലപാതകം ചെയ്യുന്നവനെ രക്ഷിക്കുമോ എന്ന്. ഞങ്ങളതിന് മറുപടി പറഞ്ഞു, അവസാനം സർവ്വ കൊലയും കുറ്റവും എല്ലാം ചെയ്തത് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ച ആ വലത്തുഭാഗത്തെ കള്ളനോട് ക്രിസ്തു എന്താ പറഞ്ഞത്? അപ്പോൾ അവനെ ക്രിസ്തുവിനോട് ക്ഷമ ചോദിച്ചു, നീ രണ്ടാമത് വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അവൻ്റെ മാനസാന്തരത്തിൽ ദൈവം പ്രസാദിച്ചു. ക്രിസ്തു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടി പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാപം ചെയ്തതിനൊന്നും പ്രസക്തിയില്ല. നമ്മളെപ്പോൾ മനസ്സ് തിരിഞ്ഞ് രൂപാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അംഗീകരിക്കും. അതാണ് എൻ്റെ പ്രസക്തമായ കാര്യം. അതുകൊണ്ട് അപ്പോൾ ഇവർ ചോദിക്കുന്നു, നീ എപ്പോഴാണ് യേശുക്രിസ്തുവിനോട് നീ എപ്പോഴാണ് രോഗിയായിട്ട് വന്നത്,
നീ എപ്പോഴാണ് നഗ്നനായിട്ട് വന്നത്? നീ തടവിലായിരുന്നു എപ്പോഴും? ഞങ്ങളാരൊന്നും കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. അപ്പം ക്രിസ്തു പറഞ്ഞ് എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ടവരിൽ ഒരുത്തന് ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്തു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നോക്കെ. നമ്മൾ കുറച്ച് പേരെ രോഗികളായിട്ടും പിന്നെ നിവൃത്തിയില്ല, ജീവിക്കാൻ മാർഗമില്ലാതായിട്ടും കുറേ പേരെ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ സുഖസൗകര്യങ്ങളോട് വേറെ കുറേ ആൾക്കാരെ ലോകത്ത് കാണാൻ നമുക്ക് സാധിക്കും. എന്താ? ദൈവം നീതിമാനല്ലേ? എന്തുകൊണ്ട്? ഈ പണക്കാരൻ്റെ അവന് സുഖസൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നവൻ്റെ വളരെ പ്രധാനപ്പെട്ട കടമയാണ് അവന് പിന്നെ ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം അങ്ങനെ ആൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ഈ പാവങ്ങളുടെ കൂടെ. അതുകൊണ്ട് പിന്നെ ഈ പൈശാചിക സ്വഭാവങ്ങൾ വിട്ടിട്ട് ദൈവഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നഗ്നനായി നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ വിശുദ്ധന്മാരായി ജീവിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച ആളുകളാണ് പറയുന്നത്. എൻ്റെ അടുക്കൽ അതിന് നീതിമാന്മാർ അവരോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവെന്ന് വെച്ചാൽ സർവശക്തനായ യേശു ക്രിസ്തു പറയുകയാണ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. അപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇതായത്. അതുകൊണ്ടാണ് ക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്ന് പറഞ്ഞു, രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവനോട് കൊടുക്കട്ടെ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കേ, നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കേ. ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തു ഇവിടെ ലോകത്ത് കൊണ്ടുവന്നത്. ആ സ്നേഹത്തിൽ നമ്മൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഓട്ടമായി ചെയ്തു കഴിയും. അതുകൊണ്ട് ക്രിസ്തുവിൽ ഉള്ള ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. പൈശാചിക സ്വഭാവങ്ങളെല്ലാം മാറും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും. പിന്നെ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിച്ചിരുന്നാലും മരിച്ചാലും നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ ഇടത്തുള്ള മനുഷ്യരോട് അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കുടിക്കാൻ തരികയോ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊടുക്കുകയോ ചെയ്തു, ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തതാണ് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഇടതുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, അവരെ സംബോധന ചെയ്യുന്നത് നോക്കിക്കോണം. ശപിക്കപ്പെട്ടവരെ, സാത്താൻ്റെ പ്രവൃത്തി ചെയ്ത് ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അശുദ്ധമായി ജീവിതം നയിക്കുന്ന ആളുകളെ സംബോധന ചെയ്യുകയാണ്. എന്താ സംബോധന ചെയ്തിരിക്കുന്നത്? ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോവുക. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു ഉത്തരം പറയും. അവനവരോട്, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുത്തരം പറഞ്ഞു. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്ക് പോകും. രണ്ടായിട്ട് തിരിക്കുകയാണ്. ദൈവം നീതിമാനാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ലോകത്തിലേക്ക് മനുഷ്യരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജാതിയും മതമൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല, അത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട. ഈ നീതിമാനായ ദൈവം എല്ലാവർക്കും വേണ്ടി മഴ പെയ്യിക്കുന്നു, എല്ലാവർക്കും വേണ്ടി സൂര്യനുദിപ്പിക്കുന്നു, ആര് കുഴിച്ചാലും വെള്ളം കിട്ടുന്നു, എല്ലാവർക്കും വേണ്ടി അന്തരീക്ഷത്തിൽ വായു നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഒരു അനീതിയും ചെയ്തിട്ട് എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നു.
പഴയ ദൈവം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് നന്മയുണ്ടാകാനാണ്, നീ ഭൂമിയെ ദീർഘായുസിരിക്കാനാണ്, നിൻ്റെ ഗുണത്തിന് വേണ്ടി ഈ കൽപ്പനകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹനിധിയായ ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ആ ദൈവഹിതപ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, ഒരു രൂപാന്തരം ഉണ്ടാകണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പുതിയ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അവൻ്റെ സ്വഭാവത്തിന് കംപ്ലീറ്റ് മാറ്റം വരികയാണ്. ഈ ഭൗതിക ജീവിതത്തിന് പിന്നെ ഊന്നൽ കൊടുക്കത്തില്ല, പിന്നെ ജീവിക്കണം. അങ്ങനെ അതിനുള്ള കാര്യത്തിന് മാത്രം നോക്കിയാൽ മതി. ഇത് മനുഷ്യന് എത്ര കിട്ടിയാലും പോരാ, വാരിക്കൂട്ടുക. 10 വലിയ ശമ്പളമൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും വലിയ ശമ്പളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവൻ ജോലി ചെയ്യണമെങ്കിൽ വേറെ കാശ് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള അനീതി അഴിമതിയാണ് ഇന്ന് ലോകത്ത് നടമാടുന്നത്. ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം വിട്ടിട്ട് എല്ലാത്തിൻ്റെയും എല്ലാ നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. രണ്ടാമത്, ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനകളനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും നമുക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസന. ദൈവം പറഞ്ഞതിനൊന്നും മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാൻ പറ്റും. ഒരേ ഒരു സംഗതി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള ജീവിതം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഗ്രൂപ്പിൽ പെടും. ഏതാ? പിന്നെ നീതിമാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ. നീതിമാന്മാരായ ആളുകളെ സംഭവത്തിൽ നിങ്ങളെ ഞാൻ ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സ്വർഗത്തിലേക്ക്, നിത്യ വിശുദ്ധിയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ കടത്തിവിടും. അതേസമയത്ത് മറ്റവരെ വെറും നരകത്തിലേക്ക് എന്ന് വെച്ചാൽ അവിടുത്തെ നരകത്തെക്കുറിച്ചും ഭയങ്കരമായ ഒരു ചിത്രമാണ്. നരകത്തിൻ്റെ ഒരു ഭാവനയെക്കോ സ്വപ്നത്തിൽ കണ്ട ഒരു വിശുദ്ധനായ ഒരാൾ എഴുതി ഞാൻ വായിച്ചു. അവിടെ നമുക്കൊണ്ട് ചിന്തിക്കാൻ പോലും വയ്യ, അത്ര തരത്തിലുള്ള സ്ഥിതിയാണ്. പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചില സാത്താന്യരുണ്ട്. ഈ പ്രാവശ്യം ഗദരദേശത്തെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ദേഹത്ത് കയറി ഒത്തിരി ആത്മാക്കൾ, അവനെ കല്ലറയിൽ തന്നെ താമസം, സ്വയം കുത്തി വെച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ നടക്കുക. യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ അവനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ താഴെ കുമ്പിടുക ചെയ്ത്. അപ്പം അവനെ പറഞ്ഞു, ഈ സാത്താനെ വിടാൻ പറഞ്ഞു. സാത്താനെ ഓടിച്ചു. അതിന് ഒരു വലിയ പന്നിക്കൂട്ടം ഉണ്ടായിരുന്നു, അവിടോട്ട് വിട്ടു. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലെഗ്യോൻ എന്ന് പറഞ്ഞ പല ആത്മാക്കൾ ചേർന്ന ഒരു വലിയ ശക്തിയായി, പൈശാചിക ശക്തി. അപ്പോൾ അവർ പറഞ്ഞ് സാത്താൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞങ്ങളെ തിരിച്ച് നരകത്തിലോട്ട് വിടരുത്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം നമ്മൾ ഈ വാചനം കേൾക്കുന്ന ആർക്കും ഉണ്ടാകരുത് എന്നാണ് പ്രാർത്ഥന. ഈ സകല മനുഷ്യരും ഈ ക്രിസ്തുവിൽ ഒന്നായിത്തീരണം, ആ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരും, നമ്മൾ പുതിയ സൃഷ്ടിയാകും, ദൈവത്തിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ സാധിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വർഗീയമായ സന്തോഷവും സമാധാനവും ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പം ആയിത്തീരാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.